ഏവർക്കും ഓണാശംസകളോടെ. നമസ്കാരം, എൻ്റെ പേര് രഞ്ജിത്ത്. എന്നെ കുറച്ച് പേരെങ്കിലും അറിയാമായിരിക്കും. നമ്മളൊരു കൂപ്പൺ എന്നുള്ള രീതിയിൽ നമ്മളൊരു വീട് നറുക്കെടുപ്പിൽ കൊടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ കുറെ പേര് ഇതിൽ നെഗറ്റീവ് കമന്റ് ഇട്ടും, കുറെ പേര് ഫോം വിളിച്ചിട്ടൊക്കെ ഭീഷണിയാണ്. അതായത് ഞാൻ പൊട്ട കമന്റ് ഇടും, അല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കും, കാശൊക്കെ ചോദിച്ചിട്ടാണ്. നമ്മൾ പങ്കെടുത്ത് തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ അവരെടുക്കില്ല കേട്ടാ. നമ്മൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് എത്രത്തോളം ഒരു മനുഷ്യനെ പ്രഷർ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാം. നമ്മള് വലിയ റിയൽ എസ്റ്റേറ്റിന്റെ വലിയ ആളൊന്നല്ല. അതായത് ഞാനൊരു വീട് വെച്ചു, ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്റെ ഒരു പലകാരപ്പണി ഉണ്ടായിരുന്നു. ആ പലകാരപ്പണി ചെയ്ത് എനിക്കിപ്പോ വയ്യ. അതായത് എനിക്ക് കിഡ്നിക്ക് കംപ്ലൈന്റ് ഉണ്ട്. ഞാൻ ഈ ഒരു കാര്യം തുറന്നു പറയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ എന്റെ മക്കൾക്ക് അത് തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല, എന്റെ അച്ഛന്റെ അസുഖം നാട്ടുകാരോട് പറയണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്കത് പറഞ്ഞേ പറ്റൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീട് വിൽക്കാൻ നോക്കിയപ്പോ പല ആൾക്കാരും നമ്മൾ ഈ ഒരു സാഹചര്യം പറയുമ്പോൾ വില ചവിട്ടാണ്. എനിക്ക് അപ്പൊ എന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഈ വീട് നല്ല രീതിയിൽ വിറ്റേ പറ്റൂ. എനിക്ക് കുറെ കടങ്ങളുണ്ട്. എന്റെ പലകാരപ്പണി നിന്നു, ആ കമ്പനി ഇപ്പൊ പൂട്ടിയേക്കാണ്. എന്ന് വെച്ചാൽ എനിക്ക് രാത്രി ഉറക്കൊഴിക്കാനോ അല്ലെങ്കിൽ വെയിറ്റ് എടുത്തുള്ള പണിയോ പറ്റില്ല. അപ്പൊ ഇതിലിപ്പോ പലർക്കും സംശയം ഉണ്ടാവും, ഇവൻ വേറെ വല്ല ഉടായ്പായിട്ട് വന്നാണോന്ന്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ സണ്ണാശുപത്രിയിലാണ് ചികിത്സിക്കണത്. അതിൽ ENT ദീപമേടാണ് എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. എനിക്ക് തൊണ്ടവേദനയായിട്ട് സ്ഥിരമായിട്ട് ഞാൻ പോവാറുണ്ടായിരുന്നു. അപ്പൊ മാഡം റെഗുലർ ആയിട്ട് അങ്ങനെ ഒരു ചെക്കപ്പ്, അതായത് ഫുൾ ബോഡി ചെക്കപ്പ് അങ്ങോട്ട് ചെയ്തു. അതിലാണ് എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിച്ചതും. ആ മാഡത്തിന്റെ നിർബന്ധം കൊണ്ടാണ് അവിടുത്തെ ശ്രീരാഗ് മഞ്ജുളാസൻ, ആളാണ് കിഡ്നിയുടെ ഡോക്ടർ, ആളുടെ ചികിത്സയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആളുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഭാരപ്പെട്ട പണി ഒഴിവാക്കി, ഉറക്കൊഴിക്കാൻ പാടില്ല, ടെൻഷൻ അടിക്കാൻ പാടില്ല, അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നത്. അപ്പൊ നമ്മളിപ്പോ വലിയൊരു കൊട്ടാരത്തിലും നല്ല താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് 2.25 സെന്റ് സ്ഥലത്തിലാണ്. ആൾക്കാരിപ്പോ പറയണു അവൻ വലിയ റിയൽ എസ്റ്റേറ്റ് ആണ്, അവൻ ഇങ്ങനെയാണ് വീട് വെക്കാൻ നോക്കണത്. സത്യം ഇതാണ്. അപ്പൊ നമ്മള് വെച്ച് കഴിഞ്ഞാൽ നമ്മളാട്ടും കഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അതായത് എന്റെ കൂപ്പെടുക്കണവരൊക്കെ വീടില്ലാത്തവരാ. അവര് 2000 രൂപ ഒപ്പിക്കാൻ പറ്റുന്ന പാട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കല്യാണ സിൽക്കത്തെ ഒരു ചേച്ചി പറഞ്ഞത്, ഓണത്തിന് മാറ്റി വെച്ച 2000 രൂപയാണ് ആ ചേച്ചി എനിക്ക് തന്നത്. അപ്പൊ ഞാൻ ആ കാശ് കൊണ്ട് ഓടിപ്പോവാനൊന്നല്ല. എനിക്ക് എന്റെ വീട് നല്ല രീതിയിൽ വിറ്റ് എനിക്ക് എന്റെ കടങ്ങളും തീർത്ത് ഞാൻ ആ ഫ്രൂട്ട്സ് കടയിൽ ഇനി ഒതുങ്ങണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭാരപ്പെട്ട പണികൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള കമന്റുകാര് അവര് പറഞ്ഞോട്ടെ. ഇനിയിപ്പോ ഞാൻ കമന്റ് നോക്കില്ല. എന്നോട് എല്ലാവരും പറഞ്ഞു നീ കമന്റ് നോക്കണ്ട, മുന്നോട്ട് പൊക്കോളാനാ പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ കമന്റ് ഒക്കെ നോക്കുമ്പോ ഒരു ടെൻഷനായി. ഇപ്പൊ ഇന്നലെ ചെക്കപ്പിന് പോയപ്പോ പ്രോട്ടീൻ പോക്ക് കൂടുതലാണ്, എനിക്ക് യൂറിൻ കൂടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതൊന്നും നോക്കണില്ല. പക്ഷെ പറ്റണോര് നമുക്ക് ഈ കൂപ്പെടുത്ത്, അതായത് ഒരു 3000 കൂപ്പൺ കൂടി ഉള്ളു. എനിക്ക് പറ്റണോര് ഒരു കൂപ്പെടുത്ത് എന്നെ സഹായിച്ചാൽ മതി. ഞാൻ സാമ്പത്തികമായിട്ട് ആരോടും ഒന്നും ചോദിക്കില്ല. എന്ന് വെച്ചാൽ എന്റെ ഒരു മുതലുണ്ട്, അത് വിറ്റ് കഴിഞ്ഞാൽ എന്റെ പ്രശ്നങ്ങൾ തീരും. എന്നാട്ടില്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അവരൊക്കെ സഹായിച്ചോളൂ. എന്നെ ഒരു കൂപ്പെടുത്ത് സഹായിച്ചാൽ വളരെ ഉപകാരം.